നമസ്കാരം. ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് യൂണിഹെൽത്ത് ഹോസ്പിറ്റൽസിനെക്കുറിച്ചാണ്. ഒരു കമ്പനിയുടെ സ്റ്റോക്ക് വില ദിവസങ്ങൾ കൊണ്ട് ഇരട്ടിയാകുന്നു. അപ്പോൾ അതിന് പിന്നിൽ എന്തായാലും ഒരു കഥയുണ്ടാവുമല്ലോ. നമുക്ക് നോക്കാം. ഒന്ന് ആലോചിച്ച് നോക്കിയേ, ഒരു ഹെൽത്ത് കെയർ കമ്പനി അതിൻ്റെ സ്റ്റോക്ക് വെറും 4 ദിവസം കൊണ്ട് ഇരട്ടിയിൽ കൂടുതലായി. 160 രൂപയിൽ നിന്ന് നേരെ 321ലേക്ക്. ഒരു രക്ഷയുമില്ലാത്ത കുതിപ്പ്. അപ്പോൾ സ്വാഭാവികമായി നമ്മൾ ചോദിക്കും, എന്താണ് ഇതിൻ്റെ ഒക്കെ പിന്നിൽ? അതെ, ഈ നമ്പറുകൾക്കപ്പുറം എന്താണ് യഥാർത്ഥത്തിൽ സംഭവിക്കുന്നത്? നമുക്കൊരുമിച്ച് ഇതിന്റെ ഉള്ളറകളിലേക്ക് നിറങ്ങിച്ചെല്ലാം. ഓക്കെ, ആദ്യം തന്നെ നമുക്ക് നമ്പറുകൾ നോക്കാം. കാരണം സ്റ്റോക്ക് മാർക്കറ്റിൽ എല്ലാം തുടങ്ങുന്നത് നമ്പറുകളിൽ നിന്നാണല്ലോ. എന്തുകൊണ്ടാണ് നിക്ഷേപകർ ഇത്രയധികം ആവേശത്തിലായതെന്ന് ഈ കണക്കുകൾ നമുക്ക് പറഞ്ഞുതരും. ഈ ചാർട്ടിലേക്കൊന്ന് നോക്കൂ. ഇത് അവരുടെ മൊത്ത വരുമാനമാണ്. സാമ്പത്തിക വർഷം 25ന്റെ ആദ്യ പകുതിയിൽ 45 കോടി. അടുത്ത പകുതിയിൽ അത് 57 കോടിയായി. ഇനി അടുത്ത വർഷത്തിന്റെ ആദ്യ പകുതിയിലേക്ക് വന്നപ്പോഴോ ഏകദേശം 70 കോടി. ഇത് വെറുതെ ഒരു വളർച്ചയല്ല, വളർച്ചയുടെ വേഗത കൂടിക്കൂടി വരികയാണ്. വരുമാനം മാത്രം കൂടിയാ പോരല്ലോ, ലാഭം വേണ്ടേ? അതാണ് അടുത്ത പോയിന്റ്. ഇതാണ് EBITDA, അതായത് കമ്പനിയുടെ പ്രവർത്തന ലാഭം. FY25ന്റെ ആദ്യ പകുതിയിൽ 17 കോടി. എന്നാൽ ഒരു വർഷം കഴിഞ്ഞ് FY26ന്റെ ആദ്യ പകുതി ആയപ്പോഴേക്കും അത് 35 കോടിയായി. അതായത് ഓൾമോസ്റ്റ് ഡബിൾ. ഇതിൽ നിന്ന് തന്നെ മനസ്സിലാക്കാം കമ്പനി എത്രത്തോളം കാര്യക്ഷമമാവുന്നുണ്ടെന്ന്. ഇനി ഏറ്റവും പ്രധാനപ്പെട്ട സംഖ്യയിലേക്ക് വരാം. ഇതാണ് ഗെയിം ചേഞ്ചർ, 49.76%. ഇത് H1 FY26ലെ EBITDA മാർജിനാണ്. സിംപിളായി പറഞ്ഞാൽ എന്താണെന്നറിയോ? കമ്പനിക്ക് കിട്ടുന്ന ഓരോ 100 രൂപ വരുമാനത്തിലും ഏകദേശം 50 രൂപയും ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റാണ്. ഇത് ഭയങ്കരമായൊരു കാര്യക്ഷമതയാണ് കാണിക്കുന്നത്. നിക്ഷേപകർക്ക് ഇതിൽ കൂടുതൽ എന്ത് കോൺഫിഡൻസ് വേണം, അല്ലേ? അപ്പോൾ അടുത്ത ചോദ്യം, എങ്ങനെയാണ് യൂണിഹെൽത്തിന് ഇത് സാധിക്കുന്നത്? ഈ നമ്പറുകൾക്ക് പിന്നിലൊരു എഞ്ചിൻ വേണ്ടേ? അതാണ് അവിടെ വൈവിധ്യമാർന്ന ബിസിനസ് മോഡൽ. നമുക്കതൊന്ന് നോക്കാം. ഈ ചാർട്ട് നോക്കൂ. വരുമാനത്തിന്റെ 82% കൂടുതലും വരുന്നത് ഹോസ്പിറ്റലുകളിൽ നിന്നും മെഡിക്കൽ സെന്ററുകളിൽ നിന്നുമാണ്. അത് ശരി തന്നെ. പക്ഷേ അതോടൊപ്പം തന്നെ ഫാർമ ഡിസ്ട്രിബ്യൂഷൻ, കൺസൾട്ടൻസി, മെഡിക്കൽ ട്രാവൽ, ഇങ്ങനെ പല മേഖലകളുമുണ്ട്. ഇത് ബിസിനസ്സിനെ കൂടുതൽ സ്റ്റേബിളാക്കുന്നു. ഈ 4 കാര്യങ്ങളും പരസ്പരം ബന്ധപ്പെട്ടാണിരിക്കുന്നത്. ഹോസ്പിറ്റലുകളാണ് കോർ ബിസിനസ്. അവരുടെ കൺസൾട്ടൻസി വിഭാഗം പുതിയ പ്രോജക്റ്റുകൾ കണ്ടെത്തുന്നു. ഡിസ്ട്രിബ്യൂഷൻ നെറ്റ്വർക്ക് സപ്ലൈ ചെയിൻ ഉറപ്പാക്കുന്നു. പിന്നെ മെഡിക്കൽ വാല്യൂ ട്രാവൽ വഴി വിദേശ രാജ്യങ്ങളിൽ നിന്ന് രോഗികളെ ഇന്ത്യയിലേക്ക് കൊണ്ടുവരുന്നു. എല്ലാം കൂടി ചേരുമ്പോൾ ഇതൊരു കംപ്ലീറ്റ് ഹെൽത്ത് കെയർ ഇക്കോസിസ്റ്റമായി മാറുന്നു. ഇനി നമുക്ക് അവരുടെ ഏറ്റവും യുണീക്കായ സ്ട്രാറ്റജിയിലേക്ക് വരാം. 2 ഭൂഖണ്ഡങ്ങളെ ഒരുമിപ്പിക്കുന്ന ഒരു ഹെൽത്ത് കെയർ ബ്രിഡ്ജ്. ഇതാണ് യൂണിഹെൽത്തിനെ ശരിക്കും വ്യത്യസ്തമാക്കുന്നത്. ഇത് കണ്ടോ? യൂണിഹെൽത്തിന്റെ വരുമാനത്തിന്റെ സിംഹഭാഗവും, അതായത് ഏകദേശം 91% വരുന്നത് ആഫ്രിക്കയിൽ നിന്നാണ്, പ്രത്യേകിച്ച് ഉഗാണ്ടയിൽ നിന്ന്. വലിയ വളർച്ചാ സാധ്യതയുള്ള, എന്നാൽ അത്രയധികം മെഡിക്കൽ സൗകര്യങ്ങളില്ലാത്ത മാർക്കറ്റുകളിലാണ് അവർ ഫോക്കസ് ചെയ്യുന്നത്. എന്തുകൊണ്ടാണ് ആഫ്രിക്ക? ഈ കണക്ക് നോക്കിയാൽ മതി. ഇന്ത്യയിൽ ഒരു ഹോസ്പിറ്റൽ ബെഡ് സെറ്റ് ചെയ്യാൻ ഏകദേശം 1 കോടി രൂപ വേണം. അതേസമയം ആഫ്രിക്കയിൽ അത് $1,00,000, അതായത് ഏകദേശം 80-85 ലക്ഷം രൂപയ്ക്ക് നടക്കും. കുറഞ്ഞ ചെലവിൽ കൂടുതൽ കാര്യങ്ങൾ ചെയ്യാൻ പറ്റുന്നു എന്നർത്ഥം. അപ്പോൾ ഈ ആഫ്രിക്ക ഇന്ത്യ കോറിഡോർ എന്ന് പറയുന്നത് എങ്ങനെയാ വർക്ക് ചെയ്യുന്നത്? നമുക്ക് നോക്കാം. ഉഗാണ്ടയിലോ നൈജീരിയയിലോ ഉള്ള ഒരാൾക്ക് അവരുടെ ഹോസ്പിറ്റലിൽ ചികിത്സ തേടാം. അവിടെ 200 ബെഡുണ്ട്. പക്ഷേ കുറച്ചുകൂടി കോംപ്ലിക്കേറ്റഡ് ആയൊരു സർജറി വല്ലതും വേണമെങ്കിലോ? അപ്പോൾ യൂണിഹെൽത്ത് അവരെ ഇന്ത്യയിലേക്ക് കൊണ്ടുവരും, ഒരു ഗേറ്റ്വേ പോലെ. എത്യോപ്യൻ എയർലൈൻസുമായിട്ടൊക്കെ അവർക്ക് ടൈപ്പ് ഉണ്ട്. അപ്പോൾ യാത്രയും എളുപ്പമായി. ശരിക്കും ഒരു ബ്രില്യൻ സ്ട്രാറ്റജി അല്ല ഇത്? ശരി, ഇതൊക്കെ ഇപ്പോഴത്തെ കാര്യങ്ങൾ. ഇനി ഭാവിയിലേക്ക് നോക്കാം. എന്താണ് യൂണിഹെൽത്തിന്റെ അടുത്ത പ്ലാൻ? അവരുടെ റോഡ് മാപ്പ് എന്താണ്? അവരുടെ പ്ലാനുകൾ വളരെ ക്ലിയറാണ്. 2025-ൽ നവി മുംബൈയിൽ 52 ബെഡുള്ള ഹോസ്പിറ്റൽ തുടങ്ങും. 2026 ആകുമ്പോഴേക്കും 400 ബെഡ് വരെയാകും. 2027-ൽ നാസിക്കിൽ 200 ബെഡിന്റെ ഹോസ്പിറ്റൽ. അടുത്ത 3 വർഷം കൊണ്ട് മൊത്തം 1000 ബെഡുകൾ. ഇത് വളരെ വലിയൊരു ടാർഗറ്റാണ്. ഇത്രയും വേഗത്തിൽ എങ്ങനെ വളരാൻ പറ്റും? അതിന്റെ ഉത്തരമാണ് അസറ്റ് ലൈറ്റ് മോഡൽ. അതായത് അവർ സ്വന്തമായി വലിയ കെട്ടിടങ്ങളൊന്നും വാങ്ങാൻ പോകുന്നില്ല. പകരം കെട്ടിടങ്ങൾ ലീസിനെടുക്കും. ഇത് കുറഞ്ഞ പൈസ മുടക്കി വേഗത്തിൽ ബിസിനസ് വികസിപ്പിക്കാൻ സഹായിക്കും. ഇത്രയൊക്കെ നല്ല കാര്യങ്ങൾ പറയുമ്പോൾ ഇതിന്റെ മറുവശം കൂടി നമ്മൾ നോക്കണമല്ലോ. എന്തൊക്കെയാണ് യൂണിഹെൽത്ത് നേരിടാൻ സാധ്യതയുള്ള വെല്ലുവിളികൾ? നമുക്കതൊന്ന് നോക്കാം. അവരുടെ ശക്തികൾ നമ്മൾ കണ്ടതാണ്. ഒരു സംയോജിത ബിസിനസ് മോഡൽ, ആഫ്രിക്കയിലെ ശക്തമായ സാന്നിധ്യം, ആഫ്രിക്ക ഇന്ത്യ കോറിഡോറിലെ ഫസ്റ്റ് മൂവർ അഡ്വാൻറ്റേജ്, പിന്നെ ഇന്ത്യയിലെ വലിയ അവസരങ്ങൾ. ഇതൊക്കെയാണ് പോസിറ്റീവ്സ്. എന്നാൽ വെല്ലുവിളികളുണ്ട്.
ഇറക്കുമതിയെ ഒരുപാട് ആശ്രയിക്കുന്നത് സപ്ലൈ ചെയിനിൽ പ്രശ്നങ്ങളുണ്ടാക്കാം. പല രാജ്യങ്ങളിലെ പലതരം നിയമങ്ങൾ ഒരു തലവേദനയാണ്. സാമ്പത്തികമായി എന്തെങ്കിലും പ്രശ്നങ്ങൾ വന്നാൽ ആളുകളുടെ ചികിത്സിക്കാനുള്ള കഴിവ് കുറയാം. പോരാത്തതിന് കോമ്പറ്റീഷനും കൂടി വരുന്നുണ്ട്. കമ്പനിയുടെ സ്ഥാപകർ പറയുന്നത് ഇതാണ്: ഞങ്ങളുടെ ഫോക്കസ് പ്രവർത്തനക്ഷമത കൂട്ടുക, രോഗികൾക്ക് നല്ല പരിചരണം നൽകുക, പിന്നെ അസറ്റ് ലൈറ്റ് മോഡലിലൂടെയും പാർട്ട്ണർഷിപ്പുകളിലൂടെയും വളരുക എന്നതാണ്. അവരുടെ സ്ട്രാറ്റജി വളരെ വ്യക്തമാണ്. അപ്പോൾ അവസാനത്തെ ചോദ്യം ഇതാണ്. ഒരു വശത്ത് വളരെ മികച്ചൊരു സ്ട്രാറ്റജി, മറുവശത്ത് ആഗോളതലത്തിലുള്ള വെല്ലുവിളികൾ. ഇതിന്റെ എല്ലാം ഇടയിൽ 1000 ബെഡുകൾ എന്ന വലിയ സ്വപ്നം യാഥാർത്ഥ്യമാക്കാൻ യൂണിഹെൽത്തിന് സാധിക്കുമോ? സമയം തന്നെ അതിനുത്തരം നൽകും. അടുത്ത തവണ മറ്റൊരു വിഷയവുമായി കാണാം.